ഇലക്ഷൻ അൽഗോരിതം ആയിരുന്നു അല്ലേ. അപ്പോൾ ഇലക്ഷൻ അൽഗോരിതത്തിൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബാൻഡ് വിഡ്ത്താണ്. ബാൻഡ് വിഡ്ത്ത് യൂട്ടിലൈസേഷൻ. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് മെസ്സേജസ് സെൻഡ്. അതായത് ഒരു ഇലക്ഷനിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് മെസ്സേജസ് ആണ് സെൻഡ് ചെയ്യുന്നത്, അതാണ് ബാൻഡ് വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ടേൺ അറൗണ്ട് ടൈമാണ്. ടേൺ അറൗണ്ട് ടൈം, TT. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ, അതായത് ഒരു ഇലക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ടെർമിനേഷൻ വരെ ടോട്ടൽ എത്ര നമ്പർ ഓഫ് സീരിയലൈസ്ഡ് മെസ്സേജ് ട്രാൻസ്മിഷൻ ഉണ്ടാകുന്നുണ്ട്, അതിനെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അത് ടെർമിനേറ്റ് ചെയ്യുന്നോടം വരെ ഉള്ള നമ്പർ ഓഫ് സീരിയലൈസ്ഡ് മെസ്സേജ് ട്രാൻസ്മിഷനെയാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാൻഡ് വിഡ്ത്തും ടേൺ അറൗണ്ട് ടൈമും വെച്ചിട്ടാണ് നമ്മൾ ഇലക്ഷൻ അൽഗോരിതത്തിൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു, ഇലക്ഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. റിംഗ് ബേസ്ഡ് ഇലക്ഷൻ അൽഗോരിതം ഉണ്ട്, ബുള്ളി അൽഗോരിതം ഉണ്ട്. അപ്പം ഒന്നാമത്തേതാണ് റിംഗ് ബേസ്ഡ് ഇലക്ഷൻ അൽഗോരിതം. ഓക്കെ, അപ്പം റിംഗ് ബേസ്ഡ് ഇലക്ഷൻ അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കളക്ഷൻ ഓഫ് പ്രോസസ്സിനെ ഒരു ലോജിക്കൽ റിംഗ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറേ പ്രോസസ്സുകൾ കാണും. ഈ പ്രോസസ്സുകളെ എന്താണ് ഒരു ലോജിക്കൽ റിംഗ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടാണ് ഇലക്ഷൻ പെർഫോം ചെയ്യുന്നത്. റിംഗ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ അപ്പം ഇവിടെ എന്താ പറഞ്ഞത്, സെറ്റ് ഓഫ് പ്രോസസ്സുകളെ ലോജിക്കൽ റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതാണ് റിംഗ് ബേസ്ഡ് ഇലക്ഷൻ അൽഗോരിതം എന്ന് പേര് വരാനുള്ള കാരണം. അപ്പോൾ ഇവിടെ ഓരോ പ്രോസസ്സുകളും അതിൻ്റെ നൈബറുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ വരിക കേട്ടോ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ആ ഒരു കാര്യം ഓർത്തിരിക്കണേ. അപ്പോൾ പ്രോസസ് PI ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് PI+1 മോഡ് N എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ടായിരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ അൽഗോരിതത്തിൻ്റെ ഗോൾ എന്താണ്? ഏതെങ്കിലും ഒരു കോർഡിനേറ്ററിനെ ചൂസ് ചെയ്യുക, ഇലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെ ഇലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇലക്ഷൻ അൽഗോരിതത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ഇലക്ഷൻ അൽഗോരിതം, ഈ റിംഗ് ബേസ്ഡ് ഇലക്ഷൻ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആദ്യം കണ്ടു നോക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പം ഒരു റിംഗ് ഉണ്ടെന്ന് എഴുതുക. നോഡ് നമ്പർ 3, 11, 4, ഓക്കെ, ഇതാണ് അപ്പോൾ 3 പ്രോസസ്സുള്ള ഒരു ലോജിക്കൽ റിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഓരോ പ്രോസസ്സുകൾക്കും എന്തുണ്ടായിരിക്കും, ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. നോർമലി ഇലക്ട് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിന് ഇലക്ട് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിന് എന്തായിരിക്കും, ഒരു ഐഡൻറ്റിഫയർ ഉണ്ടല്ലേ. അപ്പോൾ ആ ഐഡൻറ്റിഫയർ ഈ സെറ്റ് ഓഫ് നോഡ്സിൽ ലാർജസ്റ്റ് ഐഡൻറ്റിഫയർ ഉള്ളതിനെയായിരിക്കും ഇലക്ട് ചെയ്യുന്നത്. അല്ലെ, ഏറ്റവും വലിയ ഐഡൻറ്റിഫയർ ഉള്ളത് ഏതാണോ, ഏത് പ്രോസസ്സാണോ അതിനെയായിരിക്കും കോർഡിനേറ്റർ ആയിട്ട് ഇലക്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യം അറിയാലോ. അപ്പം നമ്മുടെ ഈ റിംഗ് ബേസ്ഡ് ഇലക്ഷൻ അൽഗോരിതത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രോസസ്സുകളും ഇനിഷ്യലി നോൺ പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ 3, 11, 4 എന്ന് പറയുന്ന 3 പ്രോസസ്സുകളുണ്ട്. ഇതെല്ലാം ഇനിഷ്യലി എന്താണ്, നോൺ പാർട്ടിസിപ്പൻ്റ് ആണ്. നോൺ പാർട്ടിസിപ്പൻ്റ് NP എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. നോൺ പാർട്ടിസിപ്പൻ്റ് ആണ് എല്ലാം. ഓക്കെ, അപ്പം ഏത് പ്രോസസ്സിന് വേണമെങ്കിലും ഇലക്ഷനെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ 3 ആണ് ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് 3 ഒരു ഇലക്ഷനെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റേറ്റ് എന്തായിട്ട് സെറ്റ് ചെയ്യും, പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ് പാർട്ടിസിപ്പൻ്റ് ആക്കി മാർക്ക് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഐഡൻറ്റിഫയറിനെ ഇലക്ഷൻ മെസ്സേജിലേക്ക് അപ്പൻഡ് ചെയ്യും. ഇതിൻ്റെ ഐഡൻറ്റിഫയർ ഏതാണ്, 3. അത് ഈ ഇലക്ഷൻ മെസ്സേജിലേക്ക് അപ്പൻഡ് ചെയ്തിട്ട് 3 ആണ് അപ്പൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ നൈബറായ 11 ഇലക്ഷൻ മെസ്സേജ് സെൻഡ് ചെയ്യും. അപ്പം 11 ഈ ഇലക്ഷൻ മെസ്സേജ് കിട്ടും. അപ്പം 11 എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഇലക്ഷൻ മെസ്സേജിലുള്ള 3നെയും അതിൻ്റെ സ്വന്തം ഐഡൻറ്റിഫയർ ആയ 11നെയും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും 11 ഈസ് ഗ്രേറ്റർ ദാൻ 3 ആണെന്ന് മനസ്സിലാവും അല്ലേ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കറണ്ട് പ്രോസസ്സിൻ്റെ ഐഡൻറ്റിഫയറും ഇലക്ഷൻ മെസ്സേജിലെ ഐഡൻറ്റിഫയർ തമ്മിൽ കമ്പയർ ചെയ്ത് ഗ്രേറ്റർ ആണോ എന്ന് നോക്കും. അതുപോലെ തന്നെ ഇത് നോൺ പാർട്ടിസിപ്പൻ്റ് ആണോ എന്ന് നോക്കും. നോൺ പാർട്ടിസിപ്പൻ്റ് ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഈ ഇലക്ഷൻ മെസ്സേജിലെ 3നെ റീപ്ലേസ് ചെയ്ത് എന്തായിട്ട് മാറ്റും, ഇതിൻ്റെ ഐഡൻറ്റിഫയർ ആയ 11 ആയിട്ട് മാറ്റും. ബിക്കോസ് 11 ആണ് ഗ്രേറ്റർ ദാൻ 3 അല്ലേ. അതുകൊണ്ട് ഇലക്ഷൻ മെസ്സേജിൽ അതിൻ്റെ ഐഡൻറ്റിഫയർ ആയ 11നെ അപ്പൻഡ് ചെയ്തിട്ട് അതിൻ്റെ നെയ്ബറായ 4ന് സെൻഡ് ചെയ്ത് കൊടുക്കും.
അപ്പോൾ 4-ന് കിട്ടി കഴിയുമ്പോൾ 4 നോക്കും. ഇലക്ഷൻ മെസ്സേജിലെ ഐഡൻറ്റിഫയർ 11 ആണ്. ഇതിൻ്റെ ഐഡൻറ്റിഫയർ കറണ്ട് പ്രോസസ്സിൻ്റെ ഐഡൻറ്റിഫയർ 4 ആണ്. അപ്പോൾ 4 ഈസ് ലെസ് ദാൻ 11 ആണ് അല്ലേ. അതുകൊണ്ട് ഇതൊന്നും ചെയ്യത്തില്ല. ഈ 11 അപ്പൻഡ് ചെയ്തിട്ടുള്ള ആ ഇലക്ഷൻ മെസ്സേജിനെ തന്നെ അതിൻ്റെ നെയ്ബറിൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു ഇലക്ഷൻ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ ഓരോ പ്രോസസ്സും അതിൻ്റെ ഐഡൻറ്റിഫയറിനെ ആ ഇലക്ഷൻ മെസ്സേജിലെ ഐഡൻറ്റിഫയറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. ഇപ്പം ഇതിൻ്റെ അതായത് നമ്മുടെ കറണ്ട് പ്രോസസ്സിൻ്റെ ഐഡൻറ്റിഫയർ ആണ് ഗ്രേറ്റർ എങ്കിൽ എന്ത് ചെയ്യും, ഇലക്ഷൻ മെസ്സേജിനെ ആ ഐഡൻറ്റിഫയർ വെച്ച് റീപ്ലേസ് ചെയ്യും. അല്ല, ആ കറണ്ട് പ്രോസസ്സിൻ്റെ ഐഡൻറ്റിഫയർ ചെറുതാണ്, ഇലക്ഷൻ മെസ്സേജിലെ ഐഡൻറ്റിഫയറിനേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ അതേ ഇലക്ഷൻ മെസ്സേജ് ആയിരിക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ആ ഉള്ള നോട്ട്സിനെല്ലാം ഇങ്ങനെ സെൻഡ് ചെയ്ത് നോക്കും. അപ്പം നോക്കിക്കേ, ഇപ്പം ഏത് ഐഡൻറ്റിഫയറിനാണോ അല്ലെ ഏത് ഐഡൻറ്റിഫയർ ആണോ ലാർജസ്റ്റ് ഐഡൻറ്റിഫയർ ആ വാല്യൂ ആണ് നമ്മുടെ ഇലക്ഷൻ മെസ്സേജ് വന്നത് അല്ലേ. അപ്പം ഇത് എപ്പോഴാണ് ഈ ഒരു മെസ്സേജ് ഫോർവേഡിങ് സ്റ്റോപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു 4-ന് കിട്ടി, 4 അതിനെ അതേപടി ഫോർവേഡ് ചെയ്ത് 3 കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ. 3യും ഇതേ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്തു. അപ്പം നോക്കി കമ്പയർ ചെയ്തപ്പോൾ 3 ലെസ് ദാൻ 11 ആണ്. അപ്പം 11 എന്ന് പറയുന്ന അപ്പൻഡ് ചെയ്തിട്ടുള്ള ആ ഇലക്ഷൻ മെസ്സേജിൽ അതിൻ്റെ നെയ്ബറായ 11 കൊടുക്കും. ഇപ്പം നോക്കിക്കേ, എപ്പോഴാണോ ഈ ഇലക്ഷൻ മെസ്സേജിലെ ഐഡൻറ്റിഫയറും നമ്മുടെ കറണ്ട് പ്രോസസ്സിൻ്റെ ഐഡൻറ്റിഫയറും ഈക്വൽ ആവുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും, ആ സമയത്ത് ഈ മെസ്സേജ് ഫോർവേഡിങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പം ഇവിടെ നോക്കിക്കേ, 3യിൽ നിന്ന് 11 അപ്പൻഡ് ചെയ്തിട്ടുള്ള ഇലക്ഷൻ മെസ്സേജ് നമ്മുടെ 11-ന് കിട്ടി. അപ്പം 11 എന്ന് പറയുന്നത് ആണ് കറണ്ട് പ്രോസസ്സിൻ്റെ ഐഡൻറ്റിഫയർ. 11 ആണ് നമ്മുടെ ഇലക്ഷൻ മെസ്സേജിലെ ഐഡൻറ്റിഫയർ. അവിടെ വെച്ച് എന്ത് ചെയ്യും, ഇലക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ 11-നെ കോർഡിനേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പം 11-നെ കോർഡിനേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ 11 എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം നോൺ പാർട്ടിസിപ്പൻറ്റ് സ്റ്റേറ്റിൽ നിന്ന് പാർട്ടിസിപ്പൻറ്റ് സ്റ്റേറ്റ് ആവുന്നുണ്ട് കേട്ടോ, അതുകൂടെ ഓർത്തിരിക്കണേ. അപ്പോൾ ഓരോ തവണ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്ന സമയത്തും പാർട്ടിസിപ്പൻറ്റ് സ്റ്റേറ്റിലേക്ക് അതാത് പ്രോസസ്സുകൾ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം 11 ആണ് കോർഡിനേറ്റർ എന്ന് മനസ്സിലായി. കോർഡിനേറ്ററിന് അവിടെ വന്നാണ് സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ 11 ആണ് കോർഡിനേറ്റർ. ഇത് അതിനെ വീണ്ടും അഗെയിൻ നോൺ പാർട്ടിസിപ്പൻ്റ് ആക്കും. പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇത് നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് ഇതെന്താ ചെയ്യുക വെച്ചാൽ ഈ 11 അറ്റാച്ച് ചെയ്ത മെസ്സേജ് അതിന് പിന്നെ പറയുന്നത് ഇലക്റ്റഡ് മെസ്സേജ് അല്ല കോർഡിനേറ്റർ മെസ്സേജ് എന്ന് പറയാറുണ്ട്. ഈ കോർഡിനേറ്റർ മെസ്സേജിനെ അതിൻ്റെ നൈബറിന് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പം നൈബറായ 4-ന് അത് കിട്ടും. അപ്പോൾ 4-ന് മനസ്സിലാവും ഇപ്പം ഇത് ഇലക്റ്റഡ് മെസ്സേജ് ആണ് അല്ല കോർഡിനേറ്റർ മെസ്സേജ് ആണ്. അപ്പോൾ മനസ്സിലാവും 11 ആണ് കോർഡിനേറ്റർ എന്ന് മനസ്സിലാവും. പിന്നെ 11 ആണ് കോർഡിനേറ്റർ എന്ന് 4-ന് മനസ്സിലായി. 4 അതേ മെസ്സേജിന് 3-ക്ക് കൊടുക്കും. അത് ഇലക്റ്റഡ് മെസ്സേജ് ആണ്. അത് കിട്ടി കഴിയുമ്പോൾ 3-ക്ക് മനസ്സിലാവും എന്ത് 11 ആണ് കോർഡിനേറ്റർ എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ വൺസ് ഒരു കോർഡിനേറ്ററിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോർഡിനേറ്റർ മെസ്സേജ് അല്ലെങ്കിൽ ഇലക്റ്റഡ് മെസ്സേജ് ബാക്കി എല്ലാവർക്കും അയക്കുകയും അതിലൂടെ ആരാണ് കോർഡിനേറ്റർ എന്നുള്ള ഐഡൻറ്റിറ്റി റിലീവ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ആയില്ലേ. അപ്പം ഇങ്ങനെയാണ് റിംഗ് ബേസ്ഡ് ഇലക്ഷൻ അൽഗോരിതത്തിൽ കോർഡിനേറ്ററിനെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ അപ്പം ഇത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞത്, എന്നാലും ഒന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കുറേ പ്രോസസ്സുകളുണ്ട് അല്ലേ, വിത്ത് ഐഡൻറ്റിഫയർ 17, 24, 1, 28, 15, 9, 4 and 3. ഇവിടെ പറയുകയാണ് ഏത് പ്രോസസ്സിനും എന്ത് ചെയ്യാം, ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലേ. അപ്പം ഇപ്പം നമ്മൾ ഈ എക്സാമ്പിളിൽ 17 ആണ് ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കരുതാം. അപ്പോൾ 17 എന്ത് ചെയ്യും, ഒരു ഇലക്ഷൻ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യും. അതിൽ അതിൻ്റെ ഐഡൻറ്റിഫയറായ 17-നെ അപ്പൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ നൈബറായ 24 സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 24 എന്താ ചെയ്യുക, അതിൻ്റെ ഐഡൻറ്റിഫയറും ഈ ഇലക്ഷൻ മെസ്സേജിലെ ഐഡൻറ്റിഫയർ 17 തമ്മിൽ കമ്പയർ നോക്കും മനസ്സിലാവും 24 ആണ് ഗ്രേറ്റർ. അപ്പോൾ ഇലക്ഷൻ മെസ്സേജിനെ എന്താണ് റീപ്ലേസ് ചെയ്യും വിത്ത് ഐഡൻറ്റിഫയർ 24. എന്നിട്ട് ഈ 24-നെ ആയിരിക്കും അതിൻ്റെ നൈബറിനെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇലക്ഷൻ മെസ്സേജ് 24 അപ്പൻഡ് ചെയ്തിട്ടുള്ള ഇലക്ഷൻ മെസ്സേജാണ് 1-ന് കിട്ടുക. 1 നോക്കുമ്പോൾ 1 എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ ചെറുതാണ് 24-നേക്കാളും. അതുകൊണ്ട് 24 വെച്ചിട്ടുള്ള ഇലക്ഷൻ മെസ്സേജിനെ തന്നെ അത് അടുത്ത നൈബറായ 28-ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 28 ഇവിടെ നോക്കുമ്പോൾ 28 എന്ന് പറയുന്ന ഐഡൻറ്റിഫയർ ആണ് ഇലക്ഷൻ മെസ്സേജിലെ 24-നേക്കാളും ഗ്രേറ്റർ അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും, അതിൻ്റെ ഐഡൻറ്റിഫയറായ 28-നെ എന്ത് ചെയ്യും, ഇലക്ഷൻ മെസ്സേജിലേക്ക് റീപ്ലേസ് ചെയ്തിട്ട് അത് 15-ന് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 15 ഇത് കിട്ടിക്കഴിയുമ്പോൾ 15 നോക്കുമ്പോൾ 28 ആണ് ഹയസ്റ്റ്. അപ്പോൾ അതേ മെസ്സേജ് 9-ന് ഫോർവേഡ് ചെയ്യും അല്ലേ. 9 നോക്കുമ്പം 28 ആണ് ഗ്രേറ്റർ. അപ്പം 9 അതേ മെസ്സേജ് 4-ന് സെൻഡ് ചെയ്യും, പിന്നെ 3-ക്ക് സെൻഡ് ചെയ്യും, പിന്നെ 17-ന് കിട്ടും, 24-ന് കിട്ടും, 1-ന് കിട്ടും, പിന്നെ 28-ന് കിട്ടും. അപ്പോൾ 28-ന് കിട്ടുമ്പോഴത്തേന് എന്താ, 28-ന് കിട്ടുമ്പോൾ ഇലക്ഷൻ മെസ്സേജിലെ 28-ഉം
കറണ്ട് പ്രോസസ്സിൻ്റെ ഐഡൻറ്റിഫയറും സെയിം ആണ്, രണ്ടും 28 ആണ് അല്ലേ. അപ്പോൾ അവിടെ വെച്ച് ഇലക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അവിടെ വെച്ച് ഇലക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയായിരിക്കും ചെയ്യുക. എന്നിട്ട് 28 കോർഡിനേറ്റർ ആയിട്ട് ചൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 28 ആണ് പിന്നെ കോർഡിനേറ്റർ. അപ്പോൾ കോർഡിനേറ്റർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? കോർഡിനേറ്റർ ഇതിനെ നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും കേട്ടോ. നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഇലക്റ്റഡ് ആയില്ലേ ഒരു വേരിയബിൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇലക്റ്റഡ് ആയി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഓരോ പ്രോസസ്സിനും ഉണ്ടെന്ന് പറഞ്ഞു. അത് ഈ 28 ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് ഇലക്റ്റഡ് മെസ്സേജിനെ അതിൻ്റെ നൈബറിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഇലക്റ്റഡ് മെസ്സേജിൽ 28 അപ്പൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് അതിൻ്റെ നൈബർ 15 കിട്ടും. അപ്പം ഈ ഇലക്റ്റഡ് മെസ്സേജ് 15 കിട്ടിക്കഴിയുമ്പം ഇതിനെ എന്താവും, നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇലക്റ്റഡ് ആയില്ലേ 28 വെച്ച് സെറ്റ് ചെയ്യും. കാരണം ഇലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കോർഡിനേറ്റർ അതിൻ്റെ ഐഡൻറ്റിഫയർ 28 ആണ്. അത് ആ വേരിയബിളിൽ ഇലക്റ്റഡ് ആയിൽ സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ മെസ്സേജിനെ 9 ഫോർവേഡ് ചെയ്യും. 9 ഇതിനെ നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. എന്നിട്ട് 28 ആണ് ഇലക്റ്റഡ് ഐ എന്ന് പറയുന്ന വേരിയബിളിന് സെറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്തയാൾക്ക് ഫോർവേഡ് ചെയ്യും. ഇപ്പോൾ 4 കിട്ടും, അതിൽ നോൺ പാർട്ടിസിപ്പൻ്റ് ആവും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും അണ്ടിൽ 28 റീച്ച് ചെയ്യുന്നോടം വരെ. ഓക്കെ, അപ്പം ഇതാണ് ഇവിടെ നമ്മുടെ റിംഗ് ബേസ്ഡ് ഇലക്ഷൻ അൽഗോരിതത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ 17 അതിൻ്റേത് അപ്പൻഡ് ചെയ്ത് ഇനിഷ്യലി എല്ലാവരും നോൺ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. 17 ആണ് നമ്മുടെ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 17 അതിൻ്റെ എന്താണ് അതിൻ്റെ ഐഡൻറ്റിഫയർ ആയി 17 അപ്പൻഡ് ചെയ്തിട്ടാണ് 24 സെൻഡ് ചെയ്യുന്നത്. അതേസമയം ഇതിൻ്റെ നോൺ പാർട്ടിസിപ്പൻ്റ് സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്തത് പാർട്ടിസിപ്പൻ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 24 ഇത് കിട്ടിക്കഴിയുമ്പം ഇത് 17ഉം 24 തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ് 24 ആണ് ഗ്രേറ്റർ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മുടെ ഇലക്ഷൻ മെസ്സേജിൽ 24 വെച്ച് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പാർട്ടിസിപ്പൻ്റ് ആക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്റ്റേറ്റ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് സെൻഡ് ചെയ്ത് 1 കിട്ടും. 1 കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ നോക്കുമ്പോൾ 1 ലെസ് ദാൻ 24 ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ നോൺ പാർട്ടിസിപ്പൻ്റ് സ്റ്റേറ്റിനെ പാർട്ടിസിപ്പൻ്റ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, 24 ഉള്ള ഇലക്ഷൻ മെസ്സേജിനെ 28ലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പം ഇനീഷ്യലി എല്ലാം നോൺ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു. പിന്നെ ഈ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് പാർട്ടിസിപ്പൻ്റ് ആക്കുന്നുണ്ട്. എഗെയിൻ വൺസ് ഒരാളെ ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 28നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇലക്റ്റഡ് മെസ്സേജ് ബാക്കി എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് ബാക്കി സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ നെയ്ബറിന് ആ ഇലക്റ്റഡ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യും, നെയ്ബേഴ്സ് എല്ലാം അതിൻ്റെ സ്റ്റേറ്റിനെ പാർട്ടിസിപ്പൻ്റ് സ്റ്റേറ്റിൽ നിന്ന് നോൺ പാർട്ടിസിപ്പൻ്റ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അറിയുന്നുണ്ട് 28 ആണ് ഇലക്ട് ചെയ്യപ്പെട്ടതെന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ വേരിയബിൾ ഇലക്റ്റഡ് ആയി ഐഡൻറ്റിഫയർ ഏതാണോ ചൂസ് ചെയ്തത് അതിൻ്റെ ഐഡൻറ്റിഫയർ ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. വളരെ എളുപ്പമുള്ള ഒരു അൽഗോരിതമാണ്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 2 റിക്വയർമെൻറ്റ് പറഞ്ഞായിരുന്നു, E1 E2 അല്ലേ. ഇവിടെ E1 മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ E2 എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ E2ഉം മീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ എന്നാ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടേൺ അറൗണ്ട് ടൈം എത്രയാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പം ഒരു നൈബറിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ n-1 മെസ്സേജസ് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് നൈബറിൽ എത്തണമെന്നുണ്ടെങ്കിൽ n-1 മെസ്സേജസ് ആവശ്യമായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ n മെസ്സേജസ് ഇലക്ഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും. ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പം ഇലക്റ്റഡ് മെസ്സേജസ് സെൻഡ് ചെയ്യാനും n മെസ്സേജസ് ആവശ്യമായിട്ട് വരും. അങ്ങനെ ടോട്ടൽ 3n-1 മെസ്സേജസ് ആണ് ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ ആവശ്യമായിട്ട് വരിക. അതുകൊണ്ട് 3n-1 ആയിരിക്കും നമ്മുടെ ബാൻഡ്വിഡ്ത്ത് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ടേൺ അറൗണ്ട് ടൈം എന്ത് തന്നെയാണ്, 3n-1 ആണ്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം ഇത്രേ ഉള്ളൂ റിംഗ് ബേസ്ഡ് ഇലക്ഷൻ അൽഗോരിതം. ഓക്കെ, ബുള്ളി അൽഗോരിതം നമ്മുടെ അസൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് നോക്കണേ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എടുത്തു തരാം. ഓക്കെ, താങ്ക് യു. ഇതോടുകൂടി നമ്മുടെ മോഡ്യൂൾ 6 കഴിഞ്ഞു കേട്ടോ.